നമസ്കാരം. ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു ഈ ദിനമെന്ന് വിശദമായി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ MLA കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസിന്റെ നടപടി. രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി KPCC വാർത്താക്കുറിപ്പ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഔദ്യോഗിക പ്രഖ്യാപനം. AICCയുടെ അനുമതിയോടെയാണ് നടപടിയെന്ന് നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, AICCയുടെ അനുമതിയോടുകൂടി. തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാണ്ടമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് നേതാക്കളുടെ പ്രതികരണം. അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്നാണ് ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണം. ഇപ്പൊ ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. രാഹുലിനെതിരെയുള്ള നടപടി ചൂണ്ടിക്കാട്ടി CPIMനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം കോൺഗ്രസ് ശക്തമാക്കി. M. മുകേഷ്, A. പത്മകുമാർ തുടങ്ങിയവർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ CPIM എന്ത് നടപടിയെടുത്തുവെന്ന ചോദ്യം ആവർത്തിച്ച് നേതാക്കൾ രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താകുന്നത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം തികയുന്ന ദിവസം എന്നത് യാദൃച്ഛികതയായി. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയെങ്കിലും നടപടിക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി വരെ കാക്കണമെന്ന KPCC നേതൃത്വത്തിന്റെ വാശിയാണ് വിജയിച്ചത്. മാതൃകാ നിലപാടെന്ന് അവകാശപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായവരെ പുറത്താക്കിയോ എന്ന ചോദ്യം ഉയർത്തുമ്പോഴും ജാമ്യവിധി വരെ പുറത്താക്കൽ വൈകിച്ചത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ ഉയർന്നു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ മുൻകൂർ ജാമ്യത്തിൽ ഉത്തരവ് വന്ന ശേഷം തീരുമാനമെടുത്താൽ മതിയെന്നായിരുന്നു KPCC നേതൃത്വത്തിന്റെ ഉറച്ച നിലപാട്. ഹൈക്കമാൻഡ് നടപടിക്ക് പച്ചക്കൊടി വീശിയിട്ടും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കളും നടപടി ആവശ്യപ്പെട്ടിട്ടും KPCC നേതൃത്വത്തിന് കുലുക്കമൊന്നുമുണ്ടായില്ല. മുൻകൂർ ജാമ്യം കിട്ടിയാൽ പുറത്താക്കൽ ഒഴിവാക്കാമെന്ന് കരുതിയാണ് തീരുമാനം വൈകിപ്പിച്ചത്. ജാമ്യഹർജി തള്ളിയ തീരുമാനത്തിനൊപ്പം പുറത്താക്കലും വന്നു. നേതാക്കൾ ജയിച്ചു, കോൺഗ്രസ് തോറ്റു. തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാണ്ടമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ. AKG സെൻറ്ററിൽ പൊടി പിടിച്ച് മാറാല പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട്. ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും. ആക്ഷേപം വന്നപ്പോൾ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ പുറത്താക്കൽ വൈകിയതിനെ കോൺഗ്രസ് ന്യായീകരിക്കുന്നുണ്ട്. എങ്കിലും മുൻകൂർ ജാമ്യം തള്ളിയതിന് തൊട്ടു പിന്നാലെയുള്ള പുറത്താക്കൽ ഗത്യന്തരമില്ലാതെയുള്ള നടപടിയാണെന്ന വിമർശനം കോൺഗ്രസിൽ തന്നെയുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ CPM നടപടിയെടുക്കാത്തതാണ് കോൺഗ്രസിന്റെ പിടിവള്ളി. പാർട്ടിയുടെ വിശ്വാസ്യത ഒരു കാരണവശാലും തകരില്ല. പാർട്ടി എടുത്ത നിലപാടുകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന് കൂടുതലായിട്ടുള്ള വിശ്വാസമാണ് കിട്ടുന്നത്. കോൺഗ്രസ് മാതൃകാപരമായി CPMനെ പോലെയല്ല. കളവ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന, അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത CPMും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യം വരും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതോടെ ഇനി രാഹുലിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടുകയാണ്. രാഹുലിനെ സംരക്ഷിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ ആക്രമണം ഷാഫി പറമ്പിലിന് നേരെ തിരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഗുരുതരമായ പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടി വൈകിയതിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP കോൺഗ്രസിൽ ഒറ്റപ്പെടുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നതുവരെ നടപടി വേണ്ട എന്ന KPCC നിലപാടിന് പിന്നിലെ പ്രേരണ ഷാഫിയാണ് എന്നാണ് വിമർശനം. പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗരവമായി എടുത്തില്ല എന്ന MA ഷഹനാസിന്റെ പരാതിയോടെ ഷാഫി പറമ്പിലിന്റെ രാഹുൽ അനുകൂല സമീപനം തുറന്നു കാട്ടപ്പെട്ടു. രാഹുൽ പുറത്താക്കപ്പെട്ടതോടെ ഇതാദ്യമായി തള്ളിപ്പറയാനും ഷാഫി പറമ്പിൽ നിർബന്ധിതനായി. കോൺഗ്രസിന്റെ പതിവ് രാഷ്ട്രീയ പ്രവർത്തന ശൈലിയെ റീൽസിലേക്ക് മാറ്റിയെഴുതിയ മുല്ലപ്പൂ വിപ്ലവം. അതായിരുന്നു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ട്. മാസ് വൈബ്, ഇതായിരുന്നു ഷാഫി രാഹുൽ ദ്വയത്തിന്റെ സൂത്രവാക്യം. ഒട്ടൊക്കെ ആസൂത്രിതമായി ബൂസ്റ്റ് ചെയ്യപ്പെട്ട റീൽസും ഷോർട്സും റീച്ച് കൂട്ടിയതോടെ പിന്നെ കോൺഗ്രസിന്റെ ശൈലി തന്നെ അതാണെന്ന് വന്നു.
മാസും വൈബുമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ മുതിർന്ന നേതാക്കളും വേഗത്തിൽ അതിലേക്ക് മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ വിജയിക്കുകയും വർക്കിംഗ് പ്രസിഡന്റ് ആവുക കൂടി ചെയ്തതോടെ ഷാഫി രാഹുൽ അച്ചുതണ്ട് കോൺഗ്രസിനെ നയിക്കുന്ന കേന്ദ്രമായി മാറി. അപ്രതീക്ഷിതമായി രാഹുൽ സ്വയം കുഴിച്ച കുഴിയിൽ വീണുപോയെങ്കിലും ഷാഫി പ്രബലനായി തന്നെ നിന്നു. ഈ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി നേതൃത്വം ആകെ ആവശ്യപ്പെട്ട നടപടി മുൻകൂർ ജാമ്യ തീരുമാനം വരെ വൈകിപ്പിച്ചത്. എന്നാൽ രാഹുലിനൊപ്പം വീണത് ഷാഫി പറമ്പിലിന്റെ പ്രതിച്ഛായ കൂടിയാണ്. ഗുരുതരമായ കുറ്റം ചെയ്തിട്ടും തള്ളിക്കളയാതെ രാഹുലിന് സംരക്ഷണമൊരുക്കുന്നു എന്ന് വ്യക്തമായതോടെ ഷാഫി കോൺഗ്രസിൽ ഒറ്റപ്പെടുകയാണ്. ഈ തിരിച്ചറിവിലാണ് ഇന്നാദ്യമായി രാഹുലിനെ തള്ളിപ്പറഞ്ഞത്. പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. വ്യക്തിപരമായി ഉണ്ടായിരുന്നൊരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല. കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ്, സൗഹൃദം തന്നെയാണ്. അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സപ്പോർട്ടല്ല നമ്മൾ കൊടുത്തു. രാഹുലിന്റെ ചെയ്തികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗരവമായി എടുത്തില്ലെന്ന ആക്ഷേപവും ഷാഫിക്കെതിരെ ഉയർന്നു. ഞാൻ മെസ്സേജ് അയച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിന് നീതി ലഭിച്ചിട്ടില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ആളുകളെ എനിക്കറിയാം. രാഹുലിന്റെ എല്ലാ അരുതായ്മകളെപ്പറ്റിയും അറിയാവുന്ന ഷാഫി പറമ്പിൽ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിസന്ധിയിലാക്കിയെന്ന വിമർശനമാണ് നേതാക്കൾക്കുള്ളത്. സംഘടിതമായ സൈബർ ആക്രമണം ഭയന്ന് പലരും പരസ്യമായി രംഗത്ത് വരാൻ മടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് പുറത്ത്. ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചതിന് തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. MLA ആയ പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വിധിയിലുണ്ട്. അടച്ചിട്ട കോടതിയിൽ ആദ്യ ദിവസം മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേട്ടത് 1 മണിക്കൂറിലധികം. പരസ്പര ധാരണ പ്രകാരം നടത്തിയ ലൈംഗിക ബന്ധം എങ്ങനെ പീഡനമാകുമെന്ന് പ്രതിഭാഗം വാദം. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമായിരുന്നെന്ന് തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ തിരിച്ചടിച്ചു. രാഷ്ട്രീയ പ്രേരിതമായ കേസെന്നായിരുന്നു അടുത്ത വാദം. എന്നാൽ അതിജീവിത ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും പീഡനം നടന്നുവെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇതോടെ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുമെന്നായി പ്രതിഭാഗം. പക്ഷേ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്നും കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അങ്ങനെയാണ് കേസിൽ വീണ്ടും ഇന്ന് വാദം കേട്ടത്. ഇന്നും അരമണിക്കൂറിലധികം വാദം കേട്ടു. അറസ്റ്റ് തടയണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇന്നാണ്. പ്രതി MLA പദവി ഉപയോഗിച്ച് കേസിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയെന്നും കോടതി പറഞ്ഞു. എന്നാൽ രാഹുലിനെതിരെ പുതിയതായി എടുത്ത ലൈംഗിക പീഡന പരാതിയിലെ FIR പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയെങ്കിലും ഈ കേസ് കോടതി പരിഗണിച്ചില്ല. പ്രതി സ്ഥിരം കുറ്റവാളിയെന്ന് 2ാം FIR പരിഗണിച്ചു മാത്രം പറയാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി. അശാസ്ത്രീയ ഗർഭചിത്രം തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ പിടിവള്ളിയാക്കി. ആദ്യം അറസ്റ്റ് തടയുന്നതിൽ വിധി പറയുമെന്ന് പറഞ്ഞ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പുതിയ തെളിവുകൾ കൂടി പരിശോധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. ഉത്തരവിറങ്ങാൻ വൈകിയതിനാൽ ഇന്നു തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിനും തിരിച്ചടിയായി. 24 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ നോക്കാം. 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തി. പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് അത്താഴ വിരുന്ന് നടക്കും. നാളെയാണ് പുടിന്റെ ഔദ്യോഗിക പരിപാടികൾ തുടങ്ങുന്നത്. ഡൽഹിയിലെ പാലം സൈനിക വിമാനത്താവളത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റിന് രാജ്യത്തിന്റെ ഹൃദ്യമായ സ്വീകരണം. പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി വ്ളാഡിമിർ പുടിനെ സ്വീകരിച്ചു. ഇരുവരും ഒരേ വാഹനത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്. നാളെ രാവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി റഷ്യൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. രാജ്ഘട്ട് സന്ദർശിച്ച ശേഷം ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച. ആരോഗ്യം, പ്രതിരോധം, കൃഷി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചേക്കും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. 24 ഡൽഹി.
സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലവുമായി ചാൻസലറായ ഗവർണർ. സാങ്കേതിക സർവകലാശാല VCയായി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VCയായി ഡോക്ടർ പ്രിയാചന്ദ്രനെയും നിയമിക്കണം എന്നാണ് ആവശ്യം. മുഖ്യമന്ത്രി നൽകിയ പേരുകൾ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഗവർണറുടെ നീക്കം. സർവകലാശാല കാവ്യവൽക്കരണത്തെ ചെറുക്കുമെന്ന് SFI. സാങ്കേതിക സർവകലാശാല VCയായി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VCയായി ഡോക്ടർ പ്രിയാചന്ദ്രനെയും നിയമിക്കണം. സെർച്ച് കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ നൽകിയ 2 പട്ടികയിലും ഇടം നേടിയവരാണിവർ. ഇവരുടെ നിയമനത്തിനായി അനുവാദം നൽകണമെന്നാണ് ഗവർണർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നത്. VC ആയിരുന്ന കാലത്ത് സർവകലാശാലയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാരോപിച്ചാണ് മുഖ്യമന്ത്രി പട്ടികയിൽ നിന്ന് ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കിയത്. മുഖ്യമന്ത്രി നൽകിയ പേരുകൾ സജി ഗോപിനാഥിന്റെയും MS രാജശ്രീയുടേതുമാണെന്നും ഇരുവർക്കുമെതിരെ ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ചാൻസലറായ ഗവർണർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി. ഗവർണർക്കെതിരെ SFI രംഗത്തു വന്നു. നേരത്തെ സർക്കാർ നൽകിയ പട്ടികയിൽ ഗവർണർ തീരുമാനമെടുക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പരാമർശിച്ചിരുന്നു. ഗവർണർ നിയമനം വൈകിപ്പിക്കുന്നതിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തി. 24 ഡൽഹി. PM ശ്രീ വിവാദത്തിൽ ജോൺ ബ്രിട്ടാസ് MPയെ പിന്തുണച്ച CPIM-ഉം CPI-യും സംസ്ഥാന താൽപര്യമനുസരിച്ചാണ് കേന്ദ്രമന്ത്രിയുമായി ബ്രിട്ടാസ് ചർച്ച നടത്തിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതിനായി താൻ തുടർച്ചയായി ഇടപെട്ടിട്ടുണ്ടെന്ന് ജോൺ ബ്രിട്ടാസും പറഞ്ഞു. BJP അജണ്ട നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ പാലമായെന്ന് കോൺഗ്രസ് ആരോപണം ശക്തമാക്കുമ്പോൾ സംസ്ഥാനത്തിന് ആവശ്യമായി വന്നാൽ ഇനിയും ഇടപെടുമെന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. അതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്നും സന്നദ്ധരാണ്. ജോൺ ബ്രിട്ടാസിന് പൂർണ്ണ പിന്തുണയുമായി V ശിവൻകുട്ടിയും രംഗത്ത് വന്നു. ഒരു രാജ്യസഭാ മെമ്പറായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഇടപെട്ടത് കേരളത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇടപെട്ടത്. ബ്രിട്ടാസ് CPIM നിലപാട് മറന്ന് BJPയുടെ ഇടനിലക്കാരനാകില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPIM വിശദീകരിക്കട്ടെയെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജയും പ്രതികരിച്ചു. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിക്കപ്പെടുന്ന അംഗമായ സഖാവ് ബ്രിട്ടാസ് BJP മന്ത്രിയുമായി പാലമാകാനോ ഇടനിലക്കാരനായോ പോകില്ല എന്നൊരു ഉറപ്പാണ്. Our stand remains same. We are committed in fighting against the NEP 2020. ജോൺ ബ്രിട്ടാസിനെ മുന്ന എന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചോദ്യം. മുന്ന എന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്ന് മാത്രം. മുസാഫിർ ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കും. PM ശ്രീയിൽ CPIM ആകെ ആശയക്കുഴപ്പത്തിലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലേറ്റ് എഡിഷൻ തുടരുന്നു. 24 ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളിയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A പത്മകുമാർ പ്രതി. ജയിലിലെത്തി പ്രത്യേക അന്വേഷണ സംഘം A പത്മകുമാറിനെ ചോദ്യം ചെയ്തു. അതേസമയം സ്വർണ്ണക്കൊള്ളിയിൽ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരായ S ജയശ്രീയുടെയും S ശ്രീകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കട്ടളപ്പാളിയിലെ സ്വർണം നഷ്ടപ്പെട്ടതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു A പത്മകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തത്. കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനിടയിലാണ് A പത്മകുമാറിനെ ജയിലിലെത്തി ഡിസംബർ 2-ന് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. പിന്നാലെ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിൽ പത്മകുമാറിനെ പ്രതിയെടുത്ത അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. പത്മകുമാറിന്റെ അറിവോടെയാണ് ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണം കടത്തുന്ന SITക്ക് തെളിവുകൾ ലഭിച്ചു. രണ്ടാമത്തെ കേസിൽ കൂടി പ്രതിയേർത്തോടെ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി ഉടൻ കോടതിയെ സമീപിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം A പത്മകുമാറിനെ 14 ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ 6-ാം പ്രതി S ശ്രീകുമാറിനും 4-ാം പ്രതി S ജയശ്രീക്കും മുൻകൂർ ജാമ്യം ലഭിച്ചില്ല. ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് S ശ്രീകുമാർ. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയാണ് S ജയശ്രീ. 24 കൊല്ലം. സംസ്ഥാന സർക്കാരിന്റെ സിനിമാ തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരത്തെ കൈരളി, നിള, ശ്രീ തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. സംഭവത്തിൽ സൈബർ സെല്ലും KSFDC-യും അന്വേഷണം തുടങ്ങി.
തിയേറ്ററുകളിൽ സിനിമ കാണാനെത്തിയ സ്ത്രീ പുരുഷന്മാരുടെ ദൃശ്യങ്ങളാണ് പോൺ സൈറ്റുകൾ, അശ്ലീല ടെലഗ്രാം, എക്സ് അക്കൗണ്ടുകളിൽ പ്രചരിക്കുന്നത്. ക്ലൗഡിൽ നിന്നും CCTVയുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഹാക്ക് ചെയ്താണ് ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്തിരിക്കുന്നതെന്നാണ് നിഗമനം. സംഭവത്തിൽ പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. തിയേറ്ററുകളുടെ നവീകരണത്തിനു ശേഷം 2023 ദൃശ്യങ്ങൾ പ്രചരിച്ചതെന്നും ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K. മധു 24-നോട്. ഇത് 2023 നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പുറത്ത്. അത് 2023 നടന്ന സംഭവമുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണങ്ങളായിട്ട് ഞാൻ ഇന്റേണൽ എൻക്വയറിക്ക് ഓർഡർ ഇട്ട് കഴിഞ്ഞു, ചെയർമാൻ എന്ന നിലയിൽ. അതുകൂടാതെ പോലീസ് ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് KSFDC അന്വേഷണം. പ്രചരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ തിയേറ്ററിന്റെ പേരും സ്ക്രീൻ നമ്പരും തീയതിയും സമയവുമെല്ലാം വ്യക്തമാണ്. വിവിധ ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് പണം വാങ്ങി ഇത്തരം ദൃശ്യങ്ങൾ വിൽക്കുന്നത്. 24 തിരുവനന്തപുരം. കോൺഗ്രസിനെ വെട്ടിലാക്കി പാർലമെന്റ് സ്തംഭനത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് ഡോക്ടർ ശശി തരൂർ MP. മുമ്പ് UPA ഭരണത്തിൽ പ്രതിപക്ഷമായിരുന്ന BJP ചെയ്തത് ഇപ്പോഴത്തെ പ്രതിപക്ഷവും ആവർത്തിക്കുന്നു. സർക്കാരിനെ ചോദ്യങ്ങളിലൂടെ മുൾമുനയിൽ നിർത്തേണ്ട പ്രതിപക്ഷം അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നും ദി ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ വിമർശിച്ചു. പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ സാന്നിധ്യം കുറവാണെന്നും വിമർശനമുണ്ട്. തുടർച്ചയായുള്ള പാർലമെന്റ് സ്തംഭനത്തിലാണ് ഡോക്ടർ ശശി തരൂർ MPയുടെ വിമർശനം. UPA ഭരണകാലത്ത് BJP ചെയ്തത് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആവർത്തിക്കുന്നു. ചർച്ചകളിലൂടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിനു പകരം പ്രതിപക്ഷം ബഹളം വെച്ച് നടപടികൾ തടസ്സപ്പെടുത്തുന്നു. ചോദ്യോത്തരവേളയും ശൂന്യവേളയും പോലെ കേന്ദ്രമന്ത്രിമാരെ മുൾമുനയിൽ നിർത്താനുള്ള അവസരങ്ങൾ പാഴാക്കുന്നു. നഷ്ടം സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിനാണെന്നും ശശി തരൂർ. പാർലമെന്റ് സ്തംഭനത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രഖ്യാപനങ്ങൾക്കുള്ള നോട്ടീസ് ബോർഡായും റബ്ബർ സ്റ്റാമ്പായും സർക്കാർ പാർലമെന്റിനെ കണക്കാക്കുന്നു. പ്രധാനമന്ത്രി പാർലമെന്റിനെ അവഗണിക്കുന്നു. തന്റെ നിലപാട് സർക്കാരിനെ പ്രീണിപ്പിക്കാനല്ലെന്നും കൂട്ടായ പുനഃസജ്ജീകരണം ആവശ്യമെന്നും ലേഖനത്തിൽ ശശി തരൂർ MP വ്യക്തമാക്കി. 24 ഡൽഹി. സൂരജ് ലാമ തിരോധാന കേസിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. സൂരജ് ലാമയെ പ്രവേശിപ്പിച്ച കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് കോടതി വിശദീകരണം തേടി. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും കോടതി മറുപടി തേടിയിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് ജീവനോടെ കയറ്റിവിട്ട ഒരാൾ ഇവിടെ എത്തിയപ്പോൾ കാണാതായി എന്ന് എങ്ങനെയാണ് അയാളുടെ കുടുംബത്തോട് പറയുക? വലിയ ഞെട്ടലുണ്ടാകുന്ന കേസാണ്. ലാമയെ ആശുപത്രിയിൽ എത്തിച്ചതു മുതലുള്ള വിവരങ്ങൾ വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. മറ്റൊരു രാജ്യത്തു നിന്ന് കയറ്റിവിടുന്ന ഒരാൾ ഇവിടെ ഇറങ്ങാനുള്ള പ്രോട്ടോകോൾ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൃതദേഹം ലാമയുടേതാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കളമശ്ശേരി HMTക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതാണോ എന്നതിന്റെ പരിശോധനാ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മകൻ സാന്റോൺ ലാമ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് കോടതിയിലുള്ളത്. 24 കൊച്ചി. തുടർച്ചയായ 3-ാം ദിവസവും ഇൻഡിഗോ വിമാന സർവീസുകൾ വൈകിയതോടെ യാത്രക്കാർ ദുരിതത്തിൽ. ഡൽഹിയിൽ നിന്നുള്ള 30ഓളം വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. വിമാനങ്ങൾ റദ്ദാക്കിയതിലും വൈകിയതിലും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം തുടങ്ങി. ഡൽഹിയിൽ നിന്ന് ഇന്ന് രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന 30 വിമാന സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. കൊൽക്കത്തയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 4 വിമാന സർവീസുകൾ റദ്ദാക്കി. കൊൽക്കത്തയിൽ നിന്നുള്ള 24 വിമാന സർവീസുകൾ വൈകിയതായും റിപ്പോർട്ടുകളുണ്ട്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉൾപ്പെടെ വൈകിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി. തുടർച്ചയായി വിമാന സർവീസുകൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തതിനെ തുടർന്ന് ഇൻഡിഗോയോട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിശദീകരണം തേടി. പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണമെന്ന് DGCA നിർദ്ദേശിച്ചു. സാങ്കേതിക പ്രശ്നമാണെന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണമെങ്കിലും പുതുക്കിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ മാനദണ്ഡങ്ങളെ തുടർന്നുണ്ടായ പൈലറ്റുമാരുൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ഇൻഡിഗോ അറിയിച്ചു. 24 ഡൽഹി. ദുർബല ന്യൂനമർദ്ദമായി മാറിയ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താൽ വടക്കൻ തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ മഴ തുടരുന്നുണ്ട്. 8 ജില്ലകളിലും പുതുച്ചേരിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശ്രീലങ്കയിൽ മരണം 479ആയി. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയ്ക്ക് ഇന്ന് നേരിയ ശമനമുണ്ട്. ഇടവിട്ടുള്ള മഴയാണ് നിലവിൽ. അരിയല്ലൂർ, കടലൂർ, തഞ്ചാവൂർ അടക്കം 8 ജില്ലകളിലും പുതുച്ചേരിയിലും നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. 12 ജില്ലകളിലും കാരയ്ക്കലിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളക്കെട്ട് രൂക്ഷമായ ചെന്നൈ അയപ്പാക്കത്ത് 100 കണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായി. റോഡിൽ വെള്ളം കയറിയതോടെ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു.
ഡിറ്റ്വ നാശം വിതച്ച ശ്രീലങ്കയിൽ മരണസംഖ്യ 479 350 പേരെ കാണാനില്ല. 3 ലക്ഷത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. 1289 വീടുകൾ പൂർണ്ണമായി തകർന്നു. 44,556 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 24 ചെന്നൈ. കോഴിക്കോട് പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥിയുടെ ക്രൂരമർദ്ദനം. ബികോം ഫിനാൻസ് 2ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് ഷാക്കിറിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ ഷാക്കിറിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ 4 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് 3:20 കോളേജ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചാണ് മർദ്ദനമേറ്റത്. ബികോം ഫിനാൻസ് 2ാം വർഷ വിദ്യാർത്ഥികൾ കാറുമായി കോളേജിലെത്തിയത് സീനിയർ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് സീനിയേഴ്സ് ചോദ്യം ചെയ്തു. ഇത് കണ്ട മുഹമ്മദ് ഷാക്കിർ സീനിയർ വിദ്യാർത്ഥികളോട് മാന്യമായി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. പ്രകോപിതനായ സീനിയർ വിദ്യാർത്ഥി ഷാക്കിറിനെ ആക്രമിക്കുകയായിരുന്നു. കുട്ടികൾ കാറ് കോളേജ് കൊണ്ടുവന്നിക്കുന്നുള്ളൊരു പ്രശ്നമാണല്ലോ. ശൈലി ഞാൻ കാറിലില്ല, ഞാൻ കയറിയില്ല, ഞാൻ കാറിൻ്റെ അടുത്ത് നിന്നിക്കാണല്ലോ. ഇപ്പോൾ 3rd ഇയേഴ്സ് തോന്നിയാസം വിളിച്ചാലും തോന്നിയാസം വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓല് വന്ന് അടിച്ച് കാറിനുള്ള കൈയിട്ട് ഓലിങ്ങനെ ഓല വലിക്കുന്നുണ്ട്, പിന്നെ കാറിന് അടിക്കുന്നുണ്ട്. ഓല പുറത്തോട്ട് കിട്ടിയില്ല. പുറത്തുനിന്ന് ഞാനാ പറഞ്ഞേ തോന്നിയാസം വിളിക്കാൻ നിൽക്കണ്ട. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷാക്കിറിനെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആദ്യം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സർജറി ആവശ്യമുള്ളതിനാൽ മറ്റാശുപത്രിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു. നിലവിൽ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലാണ് വിദ്യാർത്ഥി. സംഭവത്തിൽ കോളേജ് സ്റ്റാഫ് കൗൺസിൽ യോഗം ചേർന്ന് 4 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകും. 24 കോഴിക്കോട്. തായ്ലൻഡിൽ നിന്ന് അനധികൃതമായി കൊണ്ടുവന്ന 14 പക്ഷികളെ കൊച്ചി വിമാനത്താവളത്തിൽ പിടികൂടി. നടപടികൾ പൂർത്തിയാക്കി പക്ഷികളെ തിരിച്ചയക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വിശദമായ അന്വേഷണത്തിനായി പക്ഷികളെ കൊണ്ടുവന്ന കുടുംബത്തെ വനം വകുപ്പിന് കൈമാറി. ഇന്ന് രാവിലെ തായ്ലൻഡിൽ നിന്ന് ക്വാലാലംപൂർ വഴി കൊച്ചിയിലേക്ക് MH181 എന്ന വിമാനത്തിലെത്തിയവരിൽ നിന്നാണ് പക്ഷികളെ കസ്റ്റംസ് വിഭാഗം പിടികൂടിയത്. 7 വയസ്സുള്ള കുട്ടിയടക്കം 3 പേരടങ്ങുന്ന കുടുംബമാണ് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിനിടെ പിടിയിലായത്. ഇവരുടെ ബാഗിൽ നിന്ന് 14 പക്ഷികളെ ജീവനോടെ കണ്ടെത്തി. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ജീവികളെ കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടി. സംഭവത്തിൽ വിശദമായ അന്വേഷണം കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതു സാഹചര്യത്തിലാണ് ജീവികളെ കടത്തിക്കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത ലഭിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിനായി പിടിയിലായവരെ വനം വകുപ്പിന് കൈമാറി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പക്ഷികളെ തിരിച്ച് തായ്ലൻഡിലേക്ക് തന്നെ കയറ്റി അയക്കും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.